അപ്പൊ എങ്ങനെ സാറിന് ആദ്യം മുതൽ സിനിമയിലോട്ട് വരണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണോ? എന്റെ സിനിമ എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണല്ലേ? ഞാന് വളരെ ഈ ചെറുപ്പത്തിലൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് അവസരങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു സിനിമ എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഇത് പറയണുണ്ടല്ലോ, ഞാന് ഒരു ദിവസം കിടക്കാൻ ഒരു 5-6 സ്വപ്നം കാണുന്ന വ്യക്തിയാണ്. രാത്രി കിടക്കുമ്പോൾ ദൈവമേ നല്ല സ്വപ്നം സ്വപ്നം കാണുന്ന വളരെ ദൈവമുള്ള സംഭവം. മനസ്സിലായോ? ഓരോ സ്വപ്നത്തിലും ഞാനായിരിക്കും ഹീറോ. അപ്പൊ ഈ സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ശക്കലെന്ന് ഒരു 2 മിനിറ്റ് ഒക്കെ ഓർത്തിരിക്കും, പിന്നെ മറന്നു പോകും. ഞാൻ പലപ്പോഴും ഓർക്കും ഈ സ്വപ്നങ്ങളെല്ലാം ഓർത്തിരുന്നെങ്കിൽ, എഴുതി വെച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല സിനിമ ഉണ്ടാക്കാമായിരുന്നു അല്ലേ? ശരിയാ, കറക്റ്റ്. വീണ്ടും പിന്നെ ഉറങ്ങിയിട്ട് സ്വപ്നത്തിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഇപ്പം പഴയതുപോലെ സ്വപ്നം കാണുന്നില്ല, എന്നാലും 2-3 കാണും. അപ്പം ഇങ്ങനെ ഈ സ്വപ്നത്തിൽ അഭിനയിച്ച് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് ബേസിക്കലി പറഞ്ഞത് കേട്ടോ. പക്ഷെ അതൊക്കെ ഉള്ളൂ. എനിക്ക് സിനിമ എന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ പിന്നെ അത് കഴിഞ്ഞത് അടുത്ത കാലത്ത് ഞാൻ ഉപേക്ഷിച്ചതാണ്. പക്ഷെ മഹേഷിനെ കണ്ടു. മഹേഷിന്റെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല കഥയാണ്. ഇതൊരു സാധാരണക്കാരന്റെ കഥയാണ്. സാധാരണക്കാർക്ക് ഇൻട്രസ്റ്റ് ആകുന്ന സംഭവമാണ്. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ എവരിഡേ അനുഭവിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇതൊരു ബോറിംഗ് സംഭവമല്ല. അപ്പൊ ഇത് ഇത് ഫിക്ഷൻ അല്ല, ഇത് റിയാലിറ്റിയാണ്. ഒരുപാട് എല്ലാവർക്കും അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആക്കാം. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ്. 2 മണിക്കൂർ ചുമ്മാ സമയം പോകണം. ആൾക്കാർക്കെല്ലാം പല പല ഇഷ്യൂസ് ഉള്ളതാണ് അല്ലേ ജീവിതത്തിൽ. അപ്പൊ 2 മണിക്കൂർ ടെൻഷൻ കളയാൻ വേണ്ടിയാണ് സിനിമ കാണുന്നത്. അപ്പം അവർ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഈ സിനിമ കണ്ട് അവർക്ക് മനസ്സിലാവും. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഫർദർ ഡിസ്കസ് ചെയ്തപ്പോഴത്തേന് എനിക്ക് തോന്നി അതൊരു ജെന്യുവൻ പ്രോജക്റ്റ് ആണ്. ഇതിനു മുമ്പ് പല പ്രോജക്റ്റുകൾ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിനകത്തൊന്നും എനിക്ക് നല്ലൊരു പ്ലസന്റ് ഔട്ട്കം അല്ലായിരുന്നു. അപ്പൊ ഇവിടെ ഇനിഷ്യൽ ഡിസ്കഷനിൽ നിന്നും അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പിന്നെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് എ ജെന്യുവൻ പ്രോജക്റ്റ്. പിന്നെ മഹേഷിന്റെ ക്യാരക്ടർ തന്നെ ഐ ലൈക്ക് ഇറ്റ്. ഈസ് എ റിയൽ ജെന്റിൽമാൻ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തത്. ഐ എം വെരി ഹാപ്പി. അപ്പം എന്റെ ഉള്ള ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങൾ എല്ലാവരും ഈ പടം കാണണം. അല്ലാതെ ഇതൊരു ഇതിനകത്ത് ആക്ഷൻസ് ഇല്ല, ഇതിനകത്ത് ത്രില്ലർ ഇല്ല എന്നൊക്കെ രീതിയിലുള്ള ഇത് വന്നിട്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കളയരുത്. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. almost a little over 2 hours of continuous entertainment. So please come and watch it. ഇപ്പൊ ഈ ഒരു സിനിമയിൽ കഥത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പ്രവാസിയാണല്ലോ. അപ്പൊ ബെന്നി സാറും ഒരു പ്രവാസി ജീവിതം അല്ലെങ്കിൽ പുറത്താണല്ലോ. അപ്പൊ സാറിന്റെ ആ ഒരു ക്യാരക്ടറായിട്ട് അവിടെ നിന്നാണോ ഒരു ഡെവലപ്പ് ചെയ്ത് മെയിൻ ക്യാരക്ടർ? അല്ലല്ല, അത് ഈ ക്യാരക്ടർ നേരത്തെ കഥ ഉണ്ടായ ക്യാരക്ടർ. പുള്ളിക്ക് കാണാൻ സുന്ദരിയായ ഒരു ഭാര്യ, മക്കളില്ല. അപ്പൊ കുറച്ച് ഫ്രഷ് ആയ ഒരു സ്ത്രീയാണ്. കാരണം ആർക്ക് കണ്ടാലും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഭാര്യ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ പ്രവാസിയായിട്ട് ബെന്നീസ് കറക്റ്റ് ശരി. ആ ഒരു ലുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. അറിയില്ല, ഇപ്പൊ തന്നെ നമ്മൾ കണ്ടിട്ട് അറിയില്ല ഒരു പ്രവാസി. അതല്ല, നമ്മള് ആ ക്യാരക്ടറിലേക്ക് വേണ്ടി കൊണ്ട് ഇടിച്ചു കയറ്റിയതല്ല. ഞാനെന്ന പ്രവാസി, ഈ പ്രവാസിയും രണ്ടാവട്ടോ. ഇത് ഗൾഫുകാരൻ പ്രവാസിയാണ്. അതെ, സിനിമയുടെ പ്രവാസി ഗൾഫുകാരൻ പ്രവാസിയാണ്. ഒരു അമേരിക്കക്കാരനായ പ്രവാസിക്ക് ഈ സ്റ്റോറി ആയിട്ട് യാതൊരു ഗൾഫുകാരന്റെ. നമ്മളെ സംബന്ധിച്ച് സിനിമയെ സംബന്ധിച്ച് പ്രവാസിയാണ്. ശരിയാ, പ്രവാസി എന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു ഗൾഫ് അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. കറക്റ്റ് ആ ലുക്ക് തന്നെയാണ്. ഭാര്യയായിട്ട് അപ്പോഴും നമ്മൾ ഈ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ മനസ്സിൽ വന്ന അന്നരാജ് കറക്റ്റ് ആയിരുന്നു. അത് ഈ സിനിമയ്ക്കകത്തുള്ള ഏതൊരു ക്യാരക്ടറും നിങ്ങൾ എടുത്താലും അതിന് കറക്റ്റ് ആൾക്കാർ മാത്രം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരാളെ നമ്മൾ അതിനകത്ത് ഈ കൊള്ളാത്ത സ്ഥലത്ത് കൊള്ളിച്ചു എന്ന് പറയുന്ന കണക്ക് ഇല്ല. എല്ലാവരും അതായത് ക്യാരക്ടറിന് ആപ്റ്റായ ആൾക്കാരാണ്. ഇപ്പൊ ഇതിലിപ്പോ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞത് എന്ന് പറഞ്ഞാല്, ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഗ്രൂപ്പിൽ ചെല്ലുന്നു, അവിടുന്ന് ആ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അതിനിപ്പോ ഒരു സ്ത്രീ എന്ന നിലയിൽ പലപ്പോഴും അങ്ങനെ ഒരു രീതിയിൽ ഇൻവോൾവ് ആകുന്നത് ഒറ്റപ്പെടലാണ്. അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒറ്റപ്പെടലായിരിക്കാം എന്നുള്ള രീതിയിൽ സംഭവം. സാധാരണ ഇപ്പൊ നമ്മളെല്ലാ ഞങ്ങളൊക്കെ ചുറ്റുകൊടുത്ത കുറവാണ് പൂർവ്വ സംഭവം.
അപ്പൊ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന പിന്നെ ഈ 10-40 അല്ലെങ്കിൽ 50 വയസ്സായവർക്ക് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങനെ പോകുമ്പോഴും അതുവരെ അവർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ എപ്പോഴും ഫോണിൽ അവർ ഈ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുക, അതൊക്കെ ഈ ശരിക്കുള്ള ഒരു ഫാമിലിയില് പ്രോബ്ലംസ് ആണ്. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഇവര് ശരിക്കും അതിൽ ഭയങ്കര അഡിക്റ്റ് ആവും. കാരണം ഈ ചാറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും നോക്കിയാലും ഫോണിലാവുക. അതുവരെ നേരെ കുടുംബം പറ്റിക്കൊണ്ടിരുന്ന ആളാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഒരു കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫോൺ അഡിക്ഷനും ഒരു മെയിൻ റീസൺ ആണല്ലേ? ശരിയല്ല, ഇപ്പത്തെ കാലത്ത് ശരിക്കും എല്ലാരും പറയുമ്പോ ഫോൺ അഡിക്ഷൻ കുഞ്ഞു പിള്ളേർക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് മാത്രല്ല ഈ ഏജ്ഡ് ആയ ആൾക്കാർക്കും അത് വരും എന്നുള്ളത് നമ്മുടെ സിനിമയിലൂടെ കാണിക്കണ്ടല്ലേ? നമ്മള് വാർത്തകൾ കാണാറുണ്ട്. 40 വയസ്സായ സ്ത്രീ പൂർവ്വ സംഘത്തിന് ഷാരോടുള്ള ഒരാളെ. പക്ഷെ അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോ ആ വീട്ടിലുണ്ടാകുന്ന ആ ഹസ്ബൻഡ് ഉണ്ടാകുന്ന ഒരു മാനസിക ടെൻഷനുണ്ട്. അതൊക്കെയാണ് ശരിക്കും അത് ഉള്ളതാണ്, നമ്മുടെ ചുറ്റോടും നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് കറക്റ്റ് അതുപോലെ തന്നെ നമ്മളിപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സാധാരണക്കാരൻ അവൻ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ വിളിച്ചാലും ആരും കേൾക്കത്തില്ല. അലറി വിളിച്ചെങ്കിൽ എല്ലാരും ഈ അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം, ഫുഡ് കഴിക്കാൻ വായോ. പിന്നെ അല്ലെ അവരുടെ ചെവിനടുത്ത് മാറ്റിയിട്ട് നമ്മൾ അറിയണം, ഏയ് എന്ന് വിളിച്ചെങ്കിലേ ഉള്ളൂ കേൾക്കുള്ളൂ. ശരിയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമല്ലേ ജീവിതത്തിൽ. ഇത് പറയാനായിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഈ സിനിമയിൽ കൂടെ. അത്രേ ഉള്ളൂ.